சிரித்தவளே என்ன குங்குமத்தை கரைச்சவளே உன்னை நெஞ்சு தேச்சு குளிக்கையில் என்ன கொஞ்சம் பூசுதையா ஓ கொலுசுக்கு மணியாக என்ன கொஞ்சம் மாற்றுதையா ஒரு கண்ணில் நீர் கசியா உதட்டு வழி உசிர் கசியா உன்னால சில முறை இருக்கவும் சில முறை பெருக்கவும் ஆனதே அட அத்தோடு விழுந்ததென்ன அந்த அத்தோடு போவது போ நெஞ்சு உன்னோடுதான் பின்னோடது அட காலம் மறந்த காற்று மரபு போகிறதே குறுக்கு சிரித்தவளே என்ன குங்குமத்தை கரைச்சவளே நெஞ்சு மஞ்சள் தேய்ச்சி குளிக்கையில் என்ன கொஞ்சம் பூசுதையா ஓ கொலுசுக்கு மணியாக என்ன கொஞ்சம் மாற்றுதையா ஓஹோ ஓஹோ ജിമിക്കി ജിമിക്കി ജാനകി പ്രശസ്ത പിന്നണി ഗായകരായ നജീം അർഷാദ് ആൻഡ് മൃദുല വാര്യർ നജീം നടത്തിയ കല്യാണങ്ങൾ നോക്കുവാണെങ്കിൽ കേരളത്തിൽ 500-ൽ നജീം കെട്ടാൻ പോകുന്ന കുട്ടിക്ക് 13 വയസ്സ്. ശരിക്കുള്ള സ്വഭാവം കൊണ്ട് എടുക്കാം. കൈവിട മൃദുലയുടെ ഓൾഡ് ഭർത്താവ് കേരളത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി. കേരളത്തിലെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, ധൈര്യത്തിലെ പരിപാടിക്ക് വന്നത്. എന്താരുടെ സന്തോഷം കണ്ടോ? എനിക്ക് അത് മതി. കാരണം നമുക്ക് എപ്പോഴും ടെൻഷനാ. ഞങ്ങൾ കൊണ്ടുവരുന്ന ഗസ്റ്റിൽ നിങ്ങൾ ഹാപ്പി ആവണം. ആരെങ്കിലും ഒരാളെ മുഖം വീർപ്പിച്ചിരുന്ന അയ്യോ റീമി ഞങ്ങൾക്ക് അങ്ങനെ പലരും ചില സമയത്ത് ചിലർ ഇഷ്ടപ്പെടാണ്ട് വരും. പക്ഷെ ഇന്ന് നോക്കി എല്ലാവരും ഹാപ്പി. താങ്ക് യു പറ ഞങ്ങളെ സ്വീകരിച്ചാൽ നന്ദി എന്ന് പറ. ഒന്നും കൂടെ താങ്ക്സ് പറയാ. താങ്ക് യു. നമ്മൾ ഇവര് കാരണല്ലേ കഞ്ഞി ഓടിച്ചു പോകുന്നത് അല്ലെ? അതെപ്പോഴും നമ്മൾ ഓർമ്മ വേണം. ഈ തുടുത്ത കവിളൊക്കെ ആര് കാരണമാ? ഇവര് ആര് കാരണമാ? ജനങ്ങൾ കാരണം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, എങ്ങനെ ഇവർ പ്ലേ ബാക്ക് ഇൻഡസ്ട്രിയിൽ സ്ഥാനം ഉറപ്പിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തമായ തെളിവാണ് നജീമിന്റെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഹിറ്റ്. ഒത്തിരി എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെയും കൂടെ പാടി. ഇപ്പോൾ നജീമിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഹിറ്റും അതേപോലെ മൃദുലയുടെ ഒത്തിരി ഹിറ്റുകൾ ഉണ്ടെങ്കിലും എപ്പോഴും നമ്മുടെ മനസ്സിലോട്ട് ആദ്യം വരുന്ന പാട്ട് ലാലി ലാലി ലേ ലാലി ലാലി ലേലോ. ഗർഭിണിയാവാത്തവർക്കും ഗർഭിണിയാവാൻ തോന്നുന്ന രീതിയിലുള്ളൊരു പക്ഷെ അതുപോലത്തെ ഭർത്താക്കന്മാരെയും കിട്ടണം. അവന്ന് വെച്ചാൽ നമ്മളെ സ്നേഹിക്കുകയും കൊഞ്ചിക്കുകയും മോളോ ഇത് ഇതാരത് ഇതാരിൻ്റെ അകത്ത് അച്ഛന് ആങ്കൊച്ചു വേണോ പെങ്കൊച്ചു വേണോ അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ അങ്ങനെ ഏത് സ്ത്രീകളും ആഗ്രഹിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഗർഭാവസ്ഥ. ഭൂഗർഭാവസ്ഥയല്ല. ഇനി നജീം നിങ്ങൾക്ക് വേണ്ടി പാടിത്തരാൻ പോകുന്ന പാട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എത്ര നാളുകൾ കൂടി ഒരു നല്ല മലയാള സിനിമ ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ലാലേട്ടനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ലാലേട്ടനും മീനയും ചേർന്ന് എല്ലാവരും കൂടെ ചേർന്ന് മനോഹരമാക്കിയ ഒരു ഹിറ്റ് ചിത്രത്തിലെ ഒരു ഹിറ്റ് ഗാനമാണ് നമ്മുടെ നജീം പാടുന്നത്. സംഗീത സംവിധായകൻ എന്ന് പറയുന്നത് വിനു തോമസ് ആണ്. ഡോക്ടർ ലവിന്റെ ഒക്കെ സംഗീത സംവിധായകനാണ്. അതെയോ നമുക്ക് മൃദുലയുടെ ലാലി ലാലി കേൾക്കണോ? പ്രേക്ഷകർക്ക് നമ്മൾ ചോദ്യം വിട്ട് ചോദിക്കുന്നു. ലാലി ലാലി നിങ്ങൾക്ക് കേൾക്കണോ? ദൃശ്യത്തിലെ പാട്ട് കേൾക്കണോ? ചോദിക്കൂ. മൂത്ത ആള് തന്നെ പാടട്ടെ. മൂത്താപ്പ് തന്നെ പാടാൻ.
മാറിതൽ കൂട നേർത്തും മാനസം തണലാക്കി കളിച്ചിരിയും കഥകളുമായി കുസൃതികൾ തൻ മധുരവുമായി ഒരമ്മക്കിളിയും രണ്ടോ മൽക്കുരുന്നും മാറിവിൽ കൂട നേർത്തും മാനസം തണലാക്കി. നജീമിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് നജീമിന്റെ കൈ 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 കൈവിട നജീമിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് നജീം ഈ കോട്ടിടേണ്ട ആവശ്യമില്ല. ഈ ഷർട്ടിന്റെ മുകളിൽ ഒരു നീല ജാക്കറ്റോ അല്ലെങ്കിൽ വൈറ്റ് ഷൂവോ ഒന്നുമല്ല. നജീമിന്റെ ശരീരമല്ല, നജീമിന്റെ ശാരീരമാണ്. അതാണ് കവി ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് ഈ ശാരികയെ പറ്റി പറയാനാണെങ്കിൽ എം ജയചന്ദ്രൻ എന്ന സംഗീത സംവിധായകൻ ഈ ഗായികയെ പറ്റി അദ്ദേഹം നാളത്തെ നമ്മുടെ പ്രതീക്ഷയാണ്, നാളത്തെ നമുക്ക് ഒരുപാട് നല്ല ഗാനങ്ങൾ കിട്ടാൻ പോകുന്ന ഒരു ഗായികയാണെന്ന് പറയണമെങ്കിൽ ഈ ഗായികയിൽ അത്രത്തോളം ആ സംഗീത സംവിധായകന് ഒരു വിശ്വാസമുണ്ട്. നമ്മളൊരു കരിജു ലാലി ലാലി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി 5 ലക്ഷം പേര് ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ടാവും, അവർക്ക് വേണ്ടി ഈ ഗാനം ആലപിച്ചാലും. ലാലി ലാലി ലേ ലാലി ലാലി ലേലോ ലാലി ലാലി ലേ ലാലി ലാലി ലേലോ മലരുളിയേ മന്ദാര മലരേ മഞ്ചാടി മണിയേ ചഞ്ചാടും അഴകേ പുതുമലരേ പൊന്നാര മലരേ എന്നോമൽ കണിയേ എൻ കുഞ്ഞുമലരേ ലാലി ലാലി ലേ ലാലി ലാലി ലേലോ ലാലി ലാലി ലേ ലാലി ലാലി ലേലോ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്ന് 3-ന്റെ ഇന്നത്തെ മനോഹരമായ സംഗീത സാന്ദ്രമായ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നജീമിന് ഏകദേശം ഒരു 25 വയസ്സ്, അത്ര കറക്റ്റ് പറയണ്ട. പക്ഷെ നജീം കെട്ടാൻ പോകുന്ന കുട്ടിക്ക് 13 വയസ്സ്. അല്ല ഞാൻ ചോദിക്കട്ടെ, അതെ, നിങ്ങൾ എന്ന് വെച്ചിട്ട് നിങ്ങൾ അത് വൃത്തിയായിട്ട് രീതിയിൽ എടുക്കണ്ട. ഇവനും ഞാനും തമ്മിൽ അത്രയ്ക്കും ഒരു ആത്മബന്ധമുണ്ട്. ആ ഒരു ബന്ധം സ്ക്രീനിൽ വരുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല, അതാണ് പറ്റിപ്പോയത്. അല്ല, എന്നും വെച്ചുകൊണ്ട് ശൈശവ വിവാഹത്തിനെതിരെ നമ്മൾ കേസെടുക്കുവാനോ കോടതി കയറ്റുവാനോ ഇതൊന്നും അല്ല നമ്മുടെ ഉദ്ദേശം. ആ കൊച്ചിന് ശരിക്കും നിങ്ങൾ തമ്മിൽ ആ പ്രായ വ്യത്യാസം മാത്രം പറഞ്ഞാൽ മതി. എനിക്കിപ്പം വേണ്ട പറയണമെന്നില്ല, നല്ല പ്രായ വ്യത്യാസം ഇല്ലേ, 7 വയസ്സ് മതി. അതല്ലേ അപ്പൊ എപ്പോഴും ഒരു ഏട്ടൻ കുഞ്ഞനീത്തിയെ നോക്കണ പോലെ ആ കൊച്ചിനാണെങ്കിലും ഭർത്താവിനോട് ഭയങ്കര ബഹുമാനവും സ്നേഹവും. ഒരുപാട് പെൺകുട്ടികൾ ഒരുപക്ഷെ നജീമിന്റെ പുറകെ നടന്നിട്ടുണ്ടെന്നല്ല ഞാൻ പറയാൻ വന്നത്. അല്ല, നജീം അങ്ങോട്ട് പുറകെ നടന്നിട്ടുണ്ടെന്നോ അതുമല്ല പറയാൻ വന്നേക്കുന്നത്. നജീമിന്റെ ഏറ്റവും നമ്മൾ ചിരിച്ചു പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നജീം ഒത്തിരി പെണ്ണ് കാണാൻ പോയി. ഇതിന്റെയൊക്കെ ക്ലൈമാക്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാണുന്ന പെണ്ണുങ്ങളൊക്കെ തന്നെ നജീമിനെ വിളിച്ചിട്ട് പറയും, ചേട്ടാ എനിക്ക് വേറൊരാളെ ഇഷ്ടമാണേ, അതുകൊണ്ട് ചേട്ടൻ വീട്ടിൽ പറയണം എനിക്ക് മോളെ ഇഷ്ടേ അല്ലാതെ പറയണം. അങ്ങനെ നജീം നടത്തിയ കല്യാണങ്ങൾ നോക്കുവാണെങ്കിൽ കേരളത്തിൽ 500-ൽ പരം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പല സിനിമയുടെയും ക്ലൈമാക്സ് നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. നായകയെ കല്യാണം കാണാൻ വരുന്നു, അപ്പൊ നായിക ചെന്ന് പറയുന്നു എന്നെ ഇഷ്ടമല്ലെന്ന് വീട്ടുകാരോട് പറയണം എന്നൊക്കെ സിനിമയിൽ കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു 500 വേണ്ട, ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് പറയാൻ പറ്റുമോ രസകരമായ? ഇൻസിഡന്റ് ഇതുപോലെ പറഞ്ഞ സത്യമാണ്. അങ്ങനെ ഇത്ര എളിമ വേണ്ട, ശരിക്കും ഇത്ര എളിമയുള്ള ആളൊന്നും അല്ല, എനിക്ക് നന്നായിട്ട് അറിയാം. മനസ്സിലായോ മോനെ? ശരിക്കുള്ള സ്വഭാവം ഇങ്ങോട്ട് എടുക്കും. അങ്ങനെ കുറെ പെൺപിള്ളേരെ പോയി കണ്ടായിരുന്നു, പെൺകുട്ടികളെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം പാടാൻ പോകുന്നേക്കാൾ പെണ്ണ് കാണാൻ പോയി. ഞാൻ അധികം പോവാറില്ല, ആഴ്ചയിൽ ഒരു 7 ദിവസം. അപ്പം വീട്ടുകാർക്കൊക്കെ ഇഷ്ടമായി.
കുഴപ്പമില്ല. അപ്പോൾ അന്നേരം പിറ്റേ ദിവസം ഞാനിങ്ങനെ ഗൾഫിലൊരു ഷോ ഉണ്ടായിരുന്നു ദുബായിൽ. അപ്പോൾ അന്നേരം ഗൾഫ് എന്ന് അറിയാണ്ട് വിഗ് എന്ന് വന്നുപോയി. ഗൾഫ് കയറ്റുന്നു. അത് പറഞ്ഞപ്പോൾ ആ ഒരു കാര്യം നജീമിന്റെ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടതാണ്, റിമി എങ്ങനെയെങ്കിലും ഇതൊന്ന് പറയണം. കാരണം അല്ല സാധാരണ ആരും പറയരുത് എന്ന് ഉദ്ദേശിച്ച് പറയുന്ന കാര്യം ഇപ്രാവശ്യം എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ഷോ തുടങ്ങുമ്പോൾ പറഞ്ഞു, റിമി ഇത് എൻ്റെ അടുത്ത് പറയണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിവാഹാലോചന, എൻ്റെ പല വിവാഹാലോചനകളും മുടങ്ങി പോകാൻ കാരണം ഞാൻ ഗൾഫ് ഗേറ്റ് ആണ് ഉപയോഗിക്കുന്നുള്ള പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും മനസ്സിലായി. പക്ഷെ യഥാർത്ഥത്തിൽ ഞാൻ ഗൾഫ് ഗേറ്റ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വിഗ് വെക്കാത്ത ഒരാളാണെന്ന് റിമി പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞു. വരൂ നോക്കിയോ, ഇത് പച്ചയായ മുടിയാണ്, ഒരു ട്രാൻസ്പ്ലാന്റേഷനോ ഒരു വിഗോ വെച്ചിട്ടില്ല. അതൊക്കെ ഞാൻ വേണം മസാജ് ചെയ്ത് തരാം. ഇപ്പം മനസ്സിലായി എല്ലാവർക്കും. നമ്മൾ പുരുഷന്മാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് 20 വയസ്സിലെ 25 വയസ്സിലെ മുടി കൊഴിച്ചിട്ട് നേരിടുന്ന പുരുഷന്മാർക്ക് ഭയങ്കര വിഷമങ്ങളാണ് അവർക്ക് മുടി പൊഴിഞ്ഞു പോകുന്നതിനെ പറ്റി. പക്ഷെ ഇതുപോലെ സത്യസന്ധമായി മുടി വെച്ച് വരുന്നവരെ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ആ വേദന ഈ കുഞ്ഞ് അനുഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ വേദിയിൽ വെച്ച് നമ്മളത് തിരുത്തിയിരിക്കുകയാണ്. ഇനി പെണ്ണ് കാണാൻ ചടങ്ങിലോട്ട് വരാം. പെണ്ണ് കാണൽ മാത്രമേ നടന്നിട്ടുള്ളൂ. അപ്പോൾ എന്നിട്ട് ഞാൻ കാരണം അത് പറയാൻ കാരണം പലരും പറഞ്ഞു എൻ്റെ എൻഗേജ്മെന്റ് ഒക്കെ നേരത്തെ കഴിഞ്ഞാണെന്നാൽ അങ്ങനെയും പറഞ്ഞു വരുത്തുന്നുണ്ട്. ഒരു കലാകാരൻ ഫേസ് ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രശ്നങ്ങൾ പ്രതിസന്ധി. അപ്പൊ അന്നേരം പിറ്റേ ദിവസം ഞാൻ ദുബായിൽ പോകുന്നതിന് എയർപോർട്ടിൽ വെച്ചിട്ട് എന്നെ എത്ര പറയിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ പോകുന്നതിന് മുമ്പ് ഒരു കോൾ വന്നു. ഒരു പയ്യൻ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ എൻഗേജ്മെന്റ് അങ്ങനെയല്ല ഫിക്സ്. ഞാൻ ഒന്നും ആയിട്ടില്ല, ഇന്നലെ പോയി കണ്ടതേ ഉള്ളൂ. അപ്പം പിന്നെ അങ്ങനെ വേറെ സംസാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. ദയവ് ഇത് ഇന്ന് പിന്മാറണം, ഞങ്ങൾ തമ്മിൽ അഗാധ പ്രണയത്തിലാണ്, മറ്റേതാണ് മറിച്ചാണ്. അപ്പൊ എനിക്കിതൊന്നും അറിയില്ല, നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെയല്ല, ഇഷ്ടപ്പെടുന്ന അതിന് മാത്രമൊന്നും ഇല്ലല്ലോ, ജസ്റ്റ് കണ്ടെന്നല്ലേ ഉള്ളൂ. കൈമാറിയില്ല, അങ്ങനെ മാറേണ്ട അവസ്ഥയൊന്നും വന്നിട്ടില്ല. അപ്പോ പിന്നെ അവർ ഇപ്പൊ ഞാൻ കഴിഞ്ഞ 2-3 മാസം മുമ്പേ അവരുടെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അത് വലിയൊരു കാര്യമില്ല. എന്തായാലും കാര്യം ചെയ്യാം, ഇവരുടെ അടുത്തുനിന്ന് കൂടുതൽ സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ ഇവരെ പാട്ട് പാടി കേൾക്കാൻ എനിക്ക് ആഗ്രഹം. മാനത്തുദിച്ചത് മണ്ണിൽ വിരിഞ്ഞുള്ള മാണിക്യപ്പൂങ്കുയിലാണ്. ഇനി പാറിപ്പറക്കണം, പാട്ടൊന്നു പാടണം, കൂടെ ഇരിക്കാൻ വാഹോ. എത്താക്കൊമ്പല്ല ഇനിയും വിട്ടാൽ വിടില്ല, കിട്ടാപ്പൂവില്ല തീയും തൊട്ടാൽ കൊള്ളില്ല. കനവുകളെന്നിതിലെ കതിരൊളിയുന്നരികെ, കനലുകളൊന്നകലെ കുളിരല വന്നിവിടെ. എങ്ങെങ്ങും പൊന്നോടക്കിളി വന്നത് പോലുണരഹോ. എത്താക്കൊമ്പല്ല ഇനിയും വിട്ടാൽ വിടില്ല, കിട്ടാപ്പൂവില്ല തീയും തൊട്ടാൽ കൊള്ളില്ല. എത്താക്കൊമ്പല്ല ഇനിയും വിട്ടാൽ വിടില്ല, കിട്ടാപ്പൂവില്ല തീയും തൊട്ടാൽ കൊള്ളില്ല. എന്ത് ഭാഗ്യം ചെയ്ത ആളാണ്. അതായത് ലാൽ ജോസ് സാറിന്റെ സിനിമയിലൊക്കെ ഒരു പാട്ട് പാടാൻ തന്നെ എല്ലാവരും കൊതിക്കുന്നു. അഫ്സൽ യൂസഫിന്റെ സംഗീത സംവിധാനത്തിൽ പാടിയ പാട്ട്, മമ്മൂക്കയുടെ പടത്തിൽ സൂപ്പർ സ്റ്റാർ മമ്മൂക്കയുടെ പടത്തിൽ പാടിയ ഹിറ്റ് പാട്ട്. നിങ്ങളുടെ ശബ്ദമാധുര്യത്തിൽ കിടന്നുറങ്ങാൻ സാധിച്ച, അല്ലെങ്കിൽ മൃദുലയെ പറ്റി പറയാനാണെങ്കിൽ മൃദുലയുടെ ഭർത്താവ് വളരെ വളരെ ഭാഗ്യവാൻ. ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ ആ ഭാഗ്യവാൻ ഒരു പക്ഷേ ഈ ഗായികയിൽ നിന്നും അധികം പാട്ട് ഊറ്റിയെടുത്തിട്ടുണ്ടോ നമുക്ക് അറിയത്തില്ല. ഇപ്പൊ എന്താ പറയാ, കയ്യിലൊരു നിധി ഇരിക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് വിലയില്ലാണ്ടാവും എന്ന പോലത്തെ ഒരു ഭർത്താവാണോ മൃദുലയ്ക്കുള്ളത്? അയ്യോ, ഒരിക്കലും അല്ല. സത്യമായിട്ടും ആള് ഭയങ്കര ബൈബിൾ കൊണ്ടിട്ടോ സത്യം ചെയ്യാൻ പറ്റുമോ? സത്യം ചെയ്യും. ഈ കോടതി മുമ്പാകെ ബൈബിളും രാമായണവും ഒക്കെ കൊണ്ടുവന്നുള്ളൂ. വളരെ സപ്പോർട്ട് ചെയ്യുന്നൊരു ആളാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ ആള് പാട്ട് പാടുകയും ചെയ്യും കുറച്ചൊക്കെ. അപ്പം അറിയാലോ, അപ്പോൾ പാട്ട് പാടുന്ന ഒരാൾക്ക് എന്തായാലും ശ്രദ്ധിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മൃദുല സ്റ്റേജിൽ നന്ദി പറയുമ്പോൾ, അവാർഡ് മേടിക്കാൻ വരുമ്പോഴും ഒക്കെ നന്ദി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആദ്യം പറയുന്നത് ഭർത്താവിൻ്റെ പേരല്ല, മറിച്ച് അത് ശരിക്കും കൊച്ചിലോട്ട് മൃദുലേനെ ഇത്ര വയസ്സിൽ കല്യാണം കഴിക്കുന്നോടം വരെ വളർത്തിയ അച്ഛനും അമ്മയും പോലെ തന്നെ ചേട്ടനോട് ഭയങ്കര സ്നേഹമാണ്. ഇത് കേൾക്കുമ്പോൾ ഭർത്താവ് എപ്പോഴും അസൂയാലുവായി ചേട്ടനെ കൊല്ലുവാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതെന്താ വെച്ചാൽ ഹസ്ബൻഡും അറിയാം, ഏട്ടൻ മാത്രമല്ല അച്ഛനും അമ്മയും ഒക്കെ
ഞാൻ ഇവിടെ വരെ എത്തണമെങ്കിൽ അവർ എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതാണ് എല്ലാ ഭർത്താക്കന്മാരും അറിയേണ്ടത്. അത് അവര് നമ്മളെ കാണുന്ന കല്യാണം കഴിച്ചു എന്ന് വെച്ചിട്ട് അത് മറക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. അപ്പോൾ അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നന്ദിയോടുകൂടെ അവരെ ഓർമ്മിക്കുന്നുണ്ട്. റിയാലിറ്റി ഷോയിലൂടെ പിന്നണി ഗാനരംഗത്തേക്ക് വന്നതാണ്. ഒരുപോലെ പേരായി, ഒരുപോലെ ഫേസ് ഉണ്ട്, മുഖമുണ്ട്, ഇതുണ്ട്. ഒരു തക്കടുമുണ്ടൻ താറാവിനെ പോലെ ഇരിക്കുന്ന രണ്ടുപേരും. മൃദുലയ്ക്കും ഒരു ഇക്കാടെ സ്ഥാനം നജീമിക്ക എന്നാണ് വിളിച്ചത്. ഒന്ന് വിളിച്ചേ നജീമിക്ക. അപ്പൊ ഒരു കാര്യം, ഇപ്പൊ കിട്ടിയില്ല, അവർ രണ്ടുപേരും സന്തോഷവതികളാണ്. അപ്പൊ ഇപ്പൊ മൃദുലയുടെ ആ ഭർത്താവിന്റെ പേരെന്താ? അരുൺ. നേരത്തെ പാടി ആർക്ക് വേണ്ടിയായിരുന്നു? കിക്കി. അയ്യോ, നജീമിന്റെ ഭർത്താവിന്റെ പേര് തെറ്റിദ്ധരിക്കരുത്, കിർക്കി എന്നല്ല, കിക്കി. എന്ന് ധരിച്ചില്ലേ പരിപാടിക്ക് വന്നത്? ഒരിക്കലില്ല. കിക്കി മോക്ക് എന്തായാലും സന്തോഷാവത്തോളൂ ഇക്കാനെ കാണുമ്പോ. അപ്പൊ യഥാർത്ഥ പേര് തസ്നി. അങ്ങനെ പറഞ്ഞാ പോരെ? ഞാൻ എന്തിനാണ് ആദ്യമേ മറ്റേ ബെഡ്റൂമിൽ വിളിക്കുന്ന പേരൊക്കെ നമ്മുടെ അടുത്ത് പറയേണ്ട കാര്യം എന്താ? അതിനൊക്കെ ഒരു സ്വകാര്യത. ശരി. അപ്പൊ തസ്നിക്ക് വേണ്ടിയാണ് നേരത്തെ പാട്ട് പാടിയത്, ഇമ്മാനുവലിലെ പാട്ട് പാടിയത്. ഇനി മൃദുലയുടെ ഓൾഡ് ഭർത്താവിന് വേണ്ടിയാണ് നമ്മുടെ 1-3 സ്ഥിരം പ്രേക്ഷകനൊക്കെ ആയിരുന്നു. ഇതോടുകൂടി എന്നെ വെറുക്കും കേട്ടോ, എന്നെ ഉറപ്പായിട്ടും വെറുത്തു പോകും. പക്ഷെ അരുണെ അങ്ങനെയൊന്നും അല്ല, ഞാൻ ഷോയ്ക്ക് വേണ്ടി പറഞ്ഞ. അരുണിക്ക് ഭയങ്കര മൃദുലയുടെ അച്ഛനെ പറ്റി 2 വാക്ക് പറയാണ്ട് പോകാൻ പറ്റൂല. അപ്പൊ അച്ഛനാണ് ഇപ്പൊ പോലും വന്നിരിക്കുന്നത്. അത്രയും സ്നേഹമയനായ, ആർക്കും ഒരു ഉപദ്രവം ചെയ്യേണ്ട, ആരോടും സംസാരിച്ച് ശല്യപ്പെടുത്താൻ വരാണ്ട്. ചേച്ചി ഒരു റിക്വസ്റ്റ് കൂടി, അമ്മയ്ക്ക് ഒരു ഹായ് പറയണം. അയ്യോ, അച്ഛൻ, അമ്മ, ചേട്ടൻ, മൃദുലയുടെ ഭർത്താവ്, മൃദുലയുടെ വരാൻ പോകുന്ന കുഞ്ഞ്, എല്ലാവർക്കും ചേർത്തൊരു ഹായ്. അയ്യോ, ഇത് നിങ്ങളുടെ കുടുംബക്കാരുടെ ഷോ. അതടുത്ത നജീബിന്റെ ഉമ്മ, വാപ്പ, ഇവർക്കൊക്കെ ഇപ്പോഴല്ല, അടുത്ത അവസരത്തിൽ ഞാൻ സ്പെഷ്യൽ ഡെഡിക്കേഷൻ പറയുന്നതായിരിക്കും. അയൽവാസികളോ? പിന്നെ ജനിക്കാൻ പോകുന്ന 5-6 കിക്കിയുടെ കുടുംബം ഒക്കെ ഇപ്പോഴല്ല കേട്ടോ. കിക്കിയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യൂ, അടുത്ത സെഗ്മെന്റിൽ ഡെഡിക്കേഷൻ തരുന്നതായിരിക്കും കേട്ടോ. ഇപ്പൊ മൃദുലയുടെ ഫാമിലിക്ക് വേണ്ടി മാത്രം ഈ പാട്ട്, അതിന്റെ ഇടയെങ്ങാനും കയറി വന്ന കേട്ടോ. മൃദുലയുടെ കരിയറിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാടുന്ന അച്ഛനും അമ്മയും ചേട്ടനും ഒക്കെ, അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? ഓമറിമായൻ പാടാം. ഓ മറിമായൻ കവിയല്ലേ, നേരെ വാ നേരെ പോ പൊന്നേ, കണ്ണോണ്ടും ഉള്ളോണ്ടും കുടിക്കും താൻ തോന്നി, തതത്താടെ വീണാൽ താങ്ങുകില്ലേ നീ, മതമൊടു കൊതിയൊടു തേൻ കുടിക്കാൻ വണ്ടു വന്നാലോ. തുണയാളൊത്താടി പാടും പൂക്കാലം, ഇണകൂടി സ്വപ്നം കാണും രാക്കാലം. ഓ മറിമായം കവിയല്ലേ, നജീബിനെ തന്നെ ഉദ്ദേശിച്ചു. പിന്നെ എന്താ രണ്ടാമത്തെ വരി? എന്താ? കണ്ണോണ്ടും നേരെ മുന്നോണ്ടും കുടിക്കും താൻ തോന്നി. കുടിക്കുവോ? അതാണ് അറിയേണ്ടത്. മൈക്ക് താഴെ. അതെന്താണ് ഈ കുടി നിർത്താൻ പറ്റില്ലേ? ഒരു ഗായകനെ സംബന്ധിച്ച് ഏറ്റവും ഹാനികരം മദ്യപാനം, ആരോഗ്യത്തിന് ഹാനികരം. കുടിക്കില്ല, മദ്യപിക്കില്ല എന്നൊക്കെയാണ് നാട്ടുകാരുടെ ധാരണ, കിക്കിയുടെ ധാരണ. അങ്ങനെയില്ല. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ മതോന്മത്തരാക്കാൻ വേണ്ടി ഒരു 2 പെർഫോമേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അവര് പെർഫോം ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് അവർക്ക് ശല്യം ഉണ്ടാക്കുന്ന രീതിയിൽ ചെന്ന് പെർഫോം ചെയ്യരുത്. ഇടയ്ക്ക് ചെന്ന് പെർഫോം ചെയ്യരുത്. നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ തോന്നും, പക്ഷെ അടങ്ങിയിരുന്നോണം. ഓക്കെ, നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. ചെന്നൈയിൽ നിന്നും വന്ന ഒരു ഉഗ്രൻ 2 ഡാൻസേഴ്സ് ആണ്. നിങ്ങൾ അവർക്ക് മാക്സിമം പ്രോത്സാഹനം കൊടുക്കുക. ഇടയ്ക്ക് കയറി പെർഫോം ചെയ്യാൻ പാടില്ല. பூச்சாண்டி ரயில் வண்டியிலே, வாரணாசி கோட்டை தாண்டி மெயில் வண்டியிலே, வராம் பூச்சாண்டி ரயில் வண்டியிலே, வாரணாசி கோட்டை தாண்டி மெயில் வண்டியிலே, ரயில் வண்டியிலே மெயில் வண்டியிலே, பறந்து வராண்டா
ആരോട് സംസാരിക്കും? സാധാരണ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ടേ ആഹാ. സന്തോഷ്. ഞാൻ ഫീൽഡിൽ പാടി തുടങ്ങുന്ന സമയം തൊട്ട് കാണുന്ന ഒരു കലാകാരനാണ്. ഇദ്ദേഹത്തിന്റെ ഒരുപാട് വെറൈറ്റി പെർഫോമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. ചെന്നൈയിൽ ഇനി ഇത് കണ്ടിട്ട് ആരെങ്കിലും ചെന്നൈയിൽ നിന്ന് പഠിച്ചു വന്നതായിരിക്കും ഞാൻ വിചാരിച്ചു. സൂപ്പർ. ഈ കലാകാരൻ ഒരു ഉഗ്രം കൈഡി കൊടുക്കുക. ഇത് നമ്മൾ രണ്ടുപേരായിട്ട് നമുക്ക് തോന്നുള്ളൂ. വന്നതിലും സഹകരിച്ചതിലും ഒത്തിരി സന്തോഷവും. പരിചയക്കാരാണ്. അപ്പൊ ഒത്തിരി സന്തോഷം. താങ്ക് യു. ആദ്യം ഇറങ്ങി വന്നപ്പോ ഞാന് റിമിയുടെ കുടുംബക്കാരാണോ അതുപോലെ ഇരിക്കും ഫേസ് ഒക്കെ. വൃത്തികെട്ട മുഖമാണെന്ന് എനിക്ക് തോന്നണില്ല. അല്ല, ഇത് വൃത്തികെട്ട മുഖമായിട്ട് എനിക്ക് തോന്നണില്ല. നല്ല മുഖം, മുഖമൊക്കെ കറക്റ്റ്. സന്തോഷ്, താങ്ക് യു സോ മച്ച്. മൃദുലയ്ക്കും നജീമിനും ഭയങ്കര സന്തോഷമായി. സന്തോഷം ശേഷം താങ്ക് യു കേട്ടോ. ഇതുവരെ നിങ്ങളെ ഒരു ഗെയിമിലോട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം കൂടുതൽ പാട്ടിലോട്ടായി പോയി നമ്മുടെ എല്ലാ കോൺസെൻട്രേഷനും. അതുകൊണ്ട് തന്നെ ഒരു ഗെയിം സെക്ഷൻ വരികയാണ്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ വിജ്ഞാനം, നിങ്ങൾ പാട്ടുകാരാണ്, നിങ്ങളുടെ പരിജ്ഞാനം അളന്നെടുക്കുവാൻ വേണ്ടി ആ പരിജ്ഞാനത്തിൽ നജീമാണോ മൃദുലയാണോ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് ചോദിച്ചറിയാനുള്ള ഒരു ടെസ്റ്റ് നടത്താൻ പോവുകയാണ്. നമ്മുടെ ക്വിസ് റൗണ്ടിലോട്ട് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആദ്യ ചോദ്യം നമുക്ക് ചോദിക്കാം. നജീം അർഷാദ് ചോദിക്കാൻ വരുന്നു. കേരളത്തിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച സ്ഥലം? അറിയില്ല. ഉണ്ട്. കേരളത്തിൽ തന്നെയാണ് സ്ഥലം. കേരളത്തിലുള്ള സ്ഥലം ഏകദേശം ഞാൻ പറയാൻ വരികയാണെങ്കിൽ നമ്മുടെ എടപ്പള്ളി ലുലു ഒക്കെ ഇല്ലേ, ലുലുന്ന് നേരെ നമ്മൾ വൈറ്റിലേക്ക് പോണു, ഒരു വഴി ആലുവയ്ക്ക് പോണു, ഒരു വഴി പാലാരിവട്ടം പോണു, ഒരു വഴി എങ്ങോട്ടോ പോണു. ഇതിന്റെ ഉത്തരം അറിയത്തില്ലെങ്കിൽ വെരി ബാഡ് എന്ന് എനിക്ക് പറയാനുള്ളത്. പാല വന്നതിന്റെ ഒരക്ഷരം വരുന്നുണ്ട് അതിന്റെ അകത്ത്. അത്രയും കൂടെ ക്ലൂ തന്നിരിക്കുകയാണ്. ഒരക്ഷരം വന്നിട്ടുണ്ട്. ഉത്തരം പാലാരിവട്ടം എന്ന് നമ്മുടെ നജീം അർഷാദ് പറയുന്നു. എനിക്ക് നജീം അർഷാദിനെ പറ്റി പറയാനുള്ളത്, ഈ ഉത്തരം പറഞ്ഞ നജീം അർഷാദിനെ പറ്റി പറയാനുള്ളത്, നജീം വെറും പാലാരിവട്ടം ശശിയായി മാറിയിരിക്കുകയാണ്. പാലാരിവട്ടം ശശിയായി മാറിയിരിക്കുകയാണ്. ഇതിന്റെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് നോർത്ത് പറവൂർ. ഓപ്ഷൻ തിരഞ്ഞെടുത്തോളൂ. അല്ലാ പർച്ചോനെ എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടു. എന്നെ രക്ഷിച്ചോളീൻ. ഈ ഷോയെ പറ്റിയും റിമി ടോമിയെ പറ്റിയും 5 വാക്കിൽ കവിയാതെ പുകഴ്ത്തി പറയുക. ഈ ഷോ വളരെ മനോഹരമായ ഷോയാണ്. അതിൽ റിമി ടോമിയെ പോലൊരു അവതാരക കിട്ടിയതാണ് ഇത് മഹാഭാഗ്യം. എന്തായാലും മഴവിൽ മനോരമ എന്ന ചാനലിൽ റിമി ടോമിയെ പോലൊരു വലിയൊരു ആ ചാനലിന് എൻ്റെ മഹത്വം അങ്ങ് ഉയരെ പോയി. വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ പുകഴ്ത്തു. അങ്ങനെ റിമി ടോമിയിൽ ഇത്രയും സുന്ദരിയും ഇത്രയും ഭൂലോക രംഭയും ആയിട്ടുള്ള അടുത്ത ചോദ്യം മൃദുല വാര്യറിനോടാണ്. സംഗീതത്തിന്റെ എല്ലാ മേഖലകളും അരച്ച് കലക്കി കുടിച്ചു പഠിച്ച നല്ല ടാലന്റഡ് ആയിട്ടുള്ള 2 കുട്ടികളാണ് വന്നിരിക്കുന്നത്. ഇവർക്ക് ബൗദ്ധികമായി ഇവർ വളർന്നോ എന്നറിയാനുള്ള ഒരു ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. ഇലക്ട്രോണിക് സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം പറയൂ. എല്ലാവർക്കും അറിയാവുന്നൊരു. അതൊന്നും എനിക്കറിയില്ലേ. ബാംഗ്ലൂർ. കറക്റ്റ് ആൻസർ, ബാംഗ്ലൂർ. അടുത്ത ചോദ്യം. വിലക്കപ്പെട്ട നഗരം. വിലക്കപ്പെട്ട നഗരം എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെയാണ്? ഞാനൊരു ക്ലൂ തരാം. നമുക്ക് ഇപ്പോഴാണ് പല പല ഐസ്ക്രീം, നാച്ചുറൽ, മെറിബോയ് ഒക്കെ വന്നത്. പക്ഷെ പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ഒരു ഐസ്ക്രീമാണ് കൂടുതലും ഉണ്ടായിരുന്നത്. അതിങ്ങനെ ഒരു കോണിൻ്റെ അകത്ത് പല കളറിൻ്റെ അകത്ത് വരും. അത് നമ്മളിങ്ങനെ തിന്നുമ്പോൾ അതിൻ്റെ അകത്ത് ചെറി വരും, അതിനകത്ത് പച്ച കളർ വരും, അതിനകത്ത് ചൈനയോ ഐസ്ക്രീം ഒന്നും കഴിച്ചിട്ടില്ലേ? ഉത്തരം ലാസ എന്ന് പറഞ്ഞ ടിബറ്റ്. സാർ ഓപ്ഷൻ പെട്ടെന്ന് തന്നെ എടുത്തോളൂ. വിധിക്കപ്പെട്ടവൻ എന്നാണ് ശരിക്കും ചോദിക്കേണ്ടത്, വിലക്കപ്പെട്ടവനല്ല. ഈ വിധിക്കപ്പെട്ടവൻ എന്തൊക്കെ ഓപ്ഷൻസ് എടുക്കുവോ ആവോ. കൂടെ വന്നിരിക്കുന്ന സുഹൃത്തിന്റെ 5 നെഗറ്റീവ് പറയുക.
മൃദുല വാര്യരെ പറ്റി 5 മോശപ്പെട്ട കാര്യം പറയാൻ പോവുകയാണ്. ഒന്ന് വീർത്ത കവള്. ഉണ്ണിയപ്പം പോലെ ആര് കണ്ടാലും അല്ല പറയുന്നതാണല്ലോ ബാക്കി അല്ല ഉണ്ണിയപ്പം പോലെ എന്ന് പറയും. മോശപ്പെട്ട കാര്യമാണ് പറയണ്ട കേട്ടോ. അതെ മോശപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ പോയിന്റ്, രണ്ടാമത്തെ കാര്യം പിന്നെ ഒരു സുന്ദരിയാണെന്നൊരു വിചാരമുണ്ട്. അഹങ്കാരം. അത് മൂന്നാമത്തെ മൂന്നാമത്തത് പിന്നെ ഈ ഉണ്ടക്കണ്ണ്. ഉണ്ടക്കണ്ണ് മന്ദക്കണ്ണി എന്ന് വിളിച്ചിരിക്കുകയാണ്. ഉണ്ടക്കണ്ണ് അത്രയും മതി, 3 പോയിന്റ് മതി. അവസരം തരാം. അടുത്തത് ശ്രീലങ്കയിലെ കറൻസി. റുപ്പീസ് തന്നെയാ. ശ്രീലങ്കയുടെ കറൻസി പറഞ്ഞു. റുപ്പീസ് തന്നെയല്ലേ? കറക്റ്റ് ഉത്തരം ശ്രീലങ്കൻ രൂപ. എനിക്ക് നമ്മൾ ഒന്നിച്ച് തന്നെ പോയിട്ടുണ്ട് അൽഫോൺസ് ചേട്ടന്റെ ഒരു ഷോയില്. ഉണ്ട് ചേച്ചി. അവിടെ ചെന്ന് ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ചായക്ക് പോലും 1 ലക്ഷം രൂപ വില. ശ്രീലങ്കയിലാണോ അത്? അതെ അല്ലേ, ഒത്തിരി പൈസ കൊടുക്കണം. ഇപ്പൊ നമ്മള് അവിടെയല്ലേ അത് ആഫ്രിക്കയിലാണ്, അവിടെ തന്നെ. ശ്രീലങ്ക നമ്മുടെ പൈസ ആയിട്ടൊക്കെ സെയിം തന്നെ. എന്തോ പൈസ വാല്യൂ കൂടെ എന്തൊക്കെയോ കോസ്റ്റ് കുറവാണ്. വേണ്ട, വെയിറ്റ് ചെയ്യേ. അടുത്തത് സംഗീത സംവിധായകൻ ശരത്തിന്റെ യഥാർത്ഥ പേര്. വെൽ ഡൺ മൈ ബോയ്. അങ്ങനെ ഒരു ഉത്തരത്തിൽ നിന്നും ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാണ് നജീം അർഷാദ്. രക്ഷപ്പെട്ടതിന് നല്ലൊരു ഗൈഡ് കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പടച്ചോനെ നന്ദി പറ. നന്ദി പടച്ചോനെ. അടുത്ത ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി. കേരളത്തിലെയോ? സോറി ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി പറയൂ. ലോകത്തിലാണോ അതോ ഇന്ത്യയിലാണോ? ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി. ലോകത്തിലെ എനിക്ക് അറിഞ്ഞൂടാ. ഓപ്ഷൻ തിരഞ്ഞെടുക്കൂ, വേഗം തിരഞ്ഞെടുക്കൂ. ഉത്തരം ഞാൻ പറഞ്ഞിട്ട് ഉത്തരം അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് സിനിമാവോ ബന്ധാര നായിക. പഠിച്ചിട്ടുണ്ട്, എവിടെയോ പഠിച്ചിട്ടുണ്ട്. എനിക്ക് അറിയായിരുന്നു. സ്കൂളിലാണെന്ന് തോന്നുന്നു. ഓക്കെ, ഡാൻസ് പെർഫോമൻസ് ഇട്ട് കൊടുക്കും ലിജോ. ഒരു തകർപ്പൻ ഇട്ട് കൊടുക്കാം. ട്രൈ ചെയ്തില്ല. നല്ലൊരു കൈഡ്, നല്ല രസമുണ്ടായിരുന്നു. ഗ്രേസ്ഫുൾ മൂമെന്റ്സ് ആയിരുന്നു. അടുത്തത് പാവപ്പെട്ടവന്റെ കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം. പാവപ്പെട്ടവന്റെ കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം. പണ്ടേ ഞാനൊരു അല്ല, ഉത്തരം പൊട്ടത്തെറ്റായിരുന്നു. എന്താ ഓട്ടം തുള്ളൽ? ഞാൻ പറഞ്ഞല്ലോ. ഫസ്റ്റ് ടൈം പറഞ്ഞതിന്റെ ഉത്തരമാണ് നമ്മൾ കണക്കിലെടുക്കുന്നത്. ചാക്യാർ കൂത്ത് നീ മനുഷ്യൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഓപ്ഷൻസ് തിരഞ്ഞെടുത്തുള്ളൂ. കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ഓട്ടം തുള്ളൽ. ഈ കാണിച്ച ചാക്യാർ കൂത്താണ്. ആണോ? അതുകൊണ്ടാണ് ഓപ്ഷൻ എടുത്തോ. നമുക്ക് എന്തായാലും വിധിക്കപ്പെട്ട ആശാൻ എന്തു ആവാം. ഓക്കെ, സന്തോഷ് പണ്ഡിറ്റിന്റെ ഒരു ഹിറ്റ് ഗാനം. അങ്ങനെ എളുപ്പത്തിലൊക്കെ നടക്കും ആശാന്. രാത്രി ശുഭരാത്രി ഇവളെന്നും കാമാക്ഷി, ജന്മം പുനർജന്മം ഇവളെന്നും മീനാക്ഷി. രാത്രി ശുഭരാത്രി ഇവളെന്നും കാമാക്ഷി, ജന്മ പുനർജന്മം. ഈ പാട്ട് ഇത്ര വൃത്തിക്ക് ഭംഗിയായിട്ട് സംഗതികളൊക്കെ ഇട്ട് പാടുന്നവർ ആദ്യമായിട്ടാണ് കാണുന്നത്. മര്യാദയ്ക്ക് ഒരു പാട്ട് ചോദിച്ചാൽ അറിയത്തില്ല ഈ ഗായകന്. പക്ഷെ സന്തോഷ് പണ്ഡിറ്റിന്റെ എത്ര പാട്ട് വേണം എന്റെ അടുത്ത് ചോദിച്ചത്. ഇതൊക്കെ എപ്പോഴും ഇരുന്ന് കാണാൻ പഠിക്കുവോ? ഏതൊരു സ്റ്റേജിൽ പാടിയിട്ടുണ്ടോ? ഒരു ഫാനാണെന്ന് തോന്നുന്നു അല്ലേ? നല്ല കാര്യം, നല്ല കാര്യം, സന്തോഷം. അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ മലയാളി. ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ മലയാളി. സ്ഥലം ഏത് ഫീൽഡിലറിയോ? സിനിമ ഫീൽഡില്, മലയാള സിനിമ തന്നെ പറയാം. പ്രശസ്തനായ ഒരു സംവിധായകൻ. അതായത്
ഏറ്റവും കൂടുതൽ ഇദ്ദേഹം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഉണ്ടല്ലോ, നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒരു സ്വത്ത് തന്നെയാണ്, ഒരു സമ്പത്താണ് ഈ സംവിധായകൻ. എത്രയോ പടങ്ങൾ. കൊട്ടാരക്കരയിൽ എത്തണമെങ്കിൽ നമ്മൾ ഈ റൂട്ടിലൂടെയൊക്കെ സഞ്ചരിക്കണം. അയ്യോ, ഇതിൽ കൂടുതൽ ക്ലൂ തരാൻ എനിക്ക് പറ്റത്തില്ല. ഫാൽക്കെ അവാർഡ് നേടി ആദ്യ മലയാളി. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും, പറഞ്ഞു കൊടുക്കരുത്. ഉത്തരം പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് നജീബിനോട് ചോദിക്കുന്നു. അടൂർ ഗോപാലകൃഷ്ണൻ. കൊട്ടാരക്കര എത്തണമെങ്കിൽ ഈ നാട്ടിലൂടെ തന്നെ പോണെന്ന് പറഞ്ഞാൽ ശരിയല്ലേ? എടുത്തോളൂ, ഓപ്ഷൻസ് എടുത്തോളൂ. അറിയില്ലെങ്കിൽ എന്നോട് ചോദിക്കണ്ടേ? ഞാൻ ഒന്നും അറിയില്ലല്ലേ. ഇതുവരെ പാടാത്ത പാട്ട് പാടുക. ഒരു പാട്ട് ഉണ്ടാക്കി പാടുക. ഇപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു വരി തരുവാണ്. ജിമിക്ക് ജിമിക്ക് ജാനകി വെള്ളം കോരാൻ പോയപ്പോൾ അക്കരെ നിന്ന് ഒരു സായിപ്പ് കണ്ണിറുക്കി കാണിച്ചു. ജിമിക്ക് ജിമിക്ക് ജാനകി വെള്ളം കോരാൻ പോയപ്പോ അക്കരെ നിന്നൊരു സായിപ്പ് നീലക്കോട്ടിട്ട സായിപ്പ് അക്കരെ നിന്നൊരു എപ്പോഴെങ്കിലും കല്യാണം വല്ലാത്തൊരു സായിപ്പ് കണ്ണിറുക്കി കാണിച്ചു. ഏതോ കിറിയോ ഏതോ കണ്ണിറുക്കി കാണിച്ചു. നീ എങ്ങനെ കാണിച്ചു? ഈ കഥ നടക്കുന്ന മറ്റെവിടെയുമല്ല, ഈ കിക്കിയുടെ കാമുകന്റെയും കഥ നടക്കുന്നത് മഴവിൽ മനോരമ 113 ഫ്ലോറിൽ. ഈ സായിപ്പിന്റെ കഥയാണ് നമ്മളിപ്പോൾ അവതരിപ്പിച്ചത്. അടുത്ത സായിപ്പിനോടാണ് ചോദ്യം. ഏത് സിനിമയിലെ ഗാനത്തിലാണ് AR റഹ്മാൻ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത്? ഒരു ക്ലൂവിന്റെ ആവശ്യമില്ല, ഏത് കൊച്ചിനും അറിയാവുന്ന ഒരു സിനിമയാണ്, ഒരു ഉത്തരവുമാണ്. ഈ ഏത് സിനിമയിലെ ഗാനത്തിലാണ്? അതായത് വളരെ പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചിട്ടേ ഇല്ലല്ലേ? പറഞ്ഞു കൊടുക്കരുത്. ലേറ്റസ്റ്റ് അല്ല, പക്ഷെ ഇത് ഏത് കൊച്ചു പിച്ചിനും അറിയാം. അതിന്റെ ഉത്തരം സ്ലം ഡോഗ് മില്യനെയർ. ഓപ്ഷൻസ് എടുത്തു. വേഗം ഇല്ല, ഓപ്ഷൻസ് വേഗം എടുക്കും. നമ്മള് തീർക്കണം നമുക്ക് ഓപ്ഷൻസ്. റിമി ടോമി ചിരിപ്പിക്കാൻ അതുപോലെ കാണിച്ചാൽ മതി. റെഡി. റിമി ടോമി ചിരിപ്പിക്കുക, അത്രേ ഉള്ളൂ. റെഡി? അയ്യോ, അതങ്ങനെ ഒന്നൊന്നും മുതലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിരിക്കണല്ലോ. ഇപ്പൊ എന്ത് ചെയ്യും? അയച്ചി ഇക്കിളിടാൻ പറ്റില്ല എനിക്ക്. അങ്ങനെ നീ അസ്ഥാനത്തൊന്നും ഇക്കിളിട്ടാ? നീ എന്താ ഒന്നക്കൽ പഞ്ചായത്ത് പോലെ ആയി. ഞാൻ ഇങ്ങനെ പിടിക്കാൻ വന്നു. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ മൃദുലയോട്. ഇന്ത്യയുടെ വാനമ്പാടി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗായിക ലതാ മങ്കേഷ്കർ, അവരുടെ ഇളയ സഹോദരി പ്രശസ്തിയായ ഒരു ഗായികയാണ്. ആശ ഭോസ്ലെ. അയ്യോ, കൈയടി കൊടുക്കാം. അങ്ങനെ ക്വിസ് റൗണ്ട് അവസാനിക്കുമ്പോൾ തമ്മിൽ ഭേദം തൊമ്മനാണോ തൊമ്മിയാണോ ഇവിടെ ഉണ്ടായതെന്ന് നമുക്ക് അറിയത്തില്ല. മിസ്റ്റർ ബട്ട്ലേഴ്സിന്റെ സമ്മാനം നേടുന്നത് ഈ തൊമ്മനാണോ തൊമ്മിയാണോ എന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു താരതമ്യേന ഉത്തരം കൂടുതൽ പറഞ്ഞത് ഈ നമ്മുടെ തൊമ്മി തന്നെയാണ്, മൃദുല വാര്യർ തന്നെയാണ്. മൃദുലയ്ക്ക് സമ്മാനദാനം നിർവഹിക്കുന്നത് നജീം. കൂടെ കിക്കി ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ആ സമ്മാനം എടുത്തു കൊടുക്കുക. Mr. Butler's Revolution EX1 preset timer, LED display, soft touch buttons. അച്ഛനെ വിളിക്കണോ? ഈ സമ്മാനം അച്ഛനെ ജസ്റ്റ് സമ്മാനം കൊണ്ടുപോകാൻ വേണ്ടി
ഇതാണ് മൃദുലയുടെ ആ തങ്കപ്പെട്ട അച്ഛൻ. അയ്യോ എന്ത് പാവ, എന്തൊരു ഇത്തിരി സന്തോഷം സാർ വന്നതിൽ. ശരിക്കും അനുഗ്രഹീത ഗായികയാണ്. ഇതുപോലൊരു മകള് വന്ന് പിറക്കാൻ കഴിഞ്ഞില്ല, സന്തോഷം ആ മുഖത്ത് നമുക്ക് കാണാം. ഇതുപോലൊരു മകളെ ഞങ്ങൾക്ക് തന്നതിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സാർ. അച്ഛൻ്റെ കൊടുത്തു കേട്ടോ. ഒരു സംശയം സാർ, ഇത് നിങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുപോകും അതോ മൃദുലയുടെ ഭർത്താവിന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകും? അച്ഛൻ കൊണ്ടുപോകുന്നാണ് പറയുന്നത്. ശരി ശരി. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 1-3 നമ്മൾ അങ്ങനെ ക്വിസ് റൗണ്ട് കഴിഞ്ഞു. എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? ഇഷ്ടായോ? ഇഷ്ടമായി. പക്ഷേ ഞാൻ പാവയ്ക്ക ജ്യൂസ് ചൂരിലുകൊണ്ട് നജീംക്കൊക്കെ ഒരു അടി കൊടുക്കാനൊക്കെ വിചാരിച്ചിട്ടാ വന്നത്. അടി ഞാനാണെങ്കിലും തന്നാ മതിയോ? നിങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങൾ വീടുകൊള്ളു. നിങ്ങൾക്ക് ശരിക്കും കുറച്ച് അഹങ്കാരം തോന്നുന്നുണ്ടോ? കാരണം ഇത്രയും പേര്, എത്രയോ വർഷങ്ങളായിട്ട് എത്രയോ പിള്ളേര് റിയാലിറ്റി ഷോസിലൂടെ വന്നു പോകുന്നു. അതിൽ നിങ്ങൾ മാത്രം ഇത്ര തിളങ്ങി, ഇത്ര പാട്ടുകൾ സിനിമയിൽ പാടുക മാത്രമല്ല, പാടിയിട്ട് കാര്യമില്ല, അത് ഹിറ്റാവണം. മനസ്സിൽ എവിടെയെങ്കിലും സന്തോഷം കൊണ്ടൊരു അഹങ്കാരം? ഇല്ല ചേച്ചി, അഹങ്കാരമല്ല. എന്താ വെച്ചാല് എല്ലാം ദൈവാനുഗ്രഹം തന്നെയല്ല. ഇത്രയും ലക്കും വലിയൊരു ഫാക്ടർ തന്നെയാണ്. പിന്നെ ദൈവാനുഗ്രഹം കൂടെ വന്ന് ചിലർക്ക് കഴിവുണ്ട്. ലക്കും ദൈവാനുഗ്രഹവും മാത്രം ഉണ്ടെങ്കിൽ കഴിവ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് പാടാൻ പറ്റുള്ളൂ. അത് അണ്ടർസ്റ്റുഡ് ആണല്ലോ. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ശരിയാക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും മനസ്സിൽ തട്ടി എന്തെങ്കിലും വിഷമങ്ങൾ എന്ന് പറഞ്ഞാൽ പല വിഷമങ്ങളുണ്ട്. ഇപ്പൊ ചേച്ചി അത് ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നോണ്ടോ ഞാൻ പിന്നെ എന്തെങ്കിലും അല്ല, ചെറിയ ചെറിയ ഇൻസിഡൻസ് ഒക്കെ, വിഷമിപ്പിക്കുന്ന ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഭാഗത്തുനിന്നാണോ? ഇല്ല, ഇപ്പൊ അങ്ങനെയല്ല. ഒരാള് പറയാന്ന് നിങ്ങളെന്താണ് ഒരു ശരീരം ഒരു മനസ്സോ? ഓർഗനൈസേഴ്സിന്റെ ഭാഗത്തുനിന്നോ അങ്ങനെ ഏതെങ്കിലും, ഇപ്പോൾ ചിലപ്പം കോ സിംഗേഴ്സിന്റെ അടുത്തു നിന്നായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ചെറിയ അതൊക്കെ ചിലപ്പോ അപ്പൊ തന്നെ മറക്കും. നമ്മളങ്ങനെ ഓർത്ത് അപ്പൊ തന്നെ മറക്കും. തലയ്ക്ക് അടി കിട്ടുമ്പോൾ ചിലപ്പോൾ മറക്കും. അതേപോലെ മറവിയാണോ? അല്ല, അങ്ങനെ ചെറിയ കുഞ്ഞു ചെറിയ കാര്യങ്ങൾ തലക്കടി കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ചേച്ചി. ഒരു പാര പണിയിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട്? എല്ലായിടത്തും ഉള്ളതാണ് ഫീൽ. കാരണം നമുക്ക് പക്ഷെ കിട്ടാനുള്ളത് നമുക്ക് കിട്ടുന്നുള്ള ഒരു ഉറപ്പാണ്. പാരയാണോ ഉദ്ദേശിച്ചത്? അങ്ങനെയല്ല ചേച്ചി, നമുക്ക് കിട്ടാനുള്ള അവസരങ്ങൾ നമുക്ക് തന്നെ ദൈവം ഓരോരുത്തർക്കും ഓരോന്ന് എഴുതി വെച്ചു. ഓരോ അരിമണിയിൽ അവരുടെ പേര്, അതൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങളൊന്ന് തുറന്നു പറയണില്ല. ഞാൻ കുറെ ശ്രമിച്ചു, അല്ലെങ്കിൽ പോയിന്റ് കിട്ടുമോ എന്ന് ശ്രമിച്ചു. നേരെ മറിച്ച് ഞാൻ നിങ്ങളുടെ സീറ്റിൽ വന്നിരുന്നത് എന്നെ ഒരാൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ശരിയാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് വരുന്ന ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. എന്റെ ഭാഗത്ത് എന്നോട് ക്ഷമിക്കും കുട്ടികളെ, മനഃപൂർവ്വം അല്ല, പരിപാടിക്ക് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി മാത്രം. ഓക്കെ, ഇനി നജീമിന്റെ ഒരു സൂപ്പർ ഹിറ്റ് ഗാനം, അതുപോലെ മൃദുലയുടെ ഒരു സൂപ്പർ ഹിറ്റ് ഗാനം. നജീം പാടാൻ പോകുന്ന പാട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ഒരു ഇന്ത്യൻ പ്രണയ കഥ എന്ന ചിത്രത്തിലെ വിദ്യാസാഗറിന്റെ സംഗീത സംവിധാനത്തിൽ നജീമും പിന്നെ ഒരു പുതിയ കുട്ടി അഭിരാമി പാടിയ ഒരു സൂപ്പർ ഹിറ്റ് ഗാനം. നജീം രണ്ടുപേരും പാടും. ദാഹിച്ചു മോഹിച്ചു തേരുണ്ണുവാ ഞാൻ ഓടി വന്നില്ലേ, മിഴികൾ നീ തുറന്നാട്ടെ, മധുരത്തേൻ പകർന്നാട്ടെ, പാദസരത്താളം കേൾക്കെ കാതിനിന്നോണമായി, വാർമുടിയിലേതോ പൂവായി പാതയിൽ വീണുപോയി, പറയാനെന്തോ വീടും ചുണ്ടിൽ തങ്ങി മിണ്ടാൻ വയ്യ. ഓമനപ്പൂവേ ഓമനക്കോമള താമരപ്പൂവേ രാവുമാനില്ലേ, ഇനിയും നേരമായില്ലേ, വിരിയാൻ താമസമെന്തേ, ദാഹിച്ചു മോഹിച്ചു തേരുണ്ണുവാ ഞാൻ ഓടി വന്നില്ലേ, മിഴികൾ നീ തുറന്നാട്ടെ, മധുരത്തേൻ പകർന്നാട്ടെ. അടിപൊളി, ഭയങ്കര ഹിറ്റായി ഈ പാട്ട്. ഓൾമോസ്റ്റ് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ നിങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്തു അല്ലേ? വളരെ ആഗ്രഹിച്ചിരുന്ന. അതുപോലെ മൃദുല ഇപ്പൊ ഏതാ പാടാൻ ആഗ്രഹിക്കും? നമ്മൾ അതുപോലെ ഞാനും നജീബിന്റെ ഒരു പാട്ട് പാടി, ഒരു നല്ല പാട്ട്, എം ജി ശ്രീകുമാറിന്റെ സംഗീത സംവിധാനത്തില് സജി സുരേന്ദ്രൻ. ഒന്ന് പാടൂ ചേച്ചി. മൗനം മഴയുടെ ഈണം ചിറകല നീർത്തി മണിശലഭം, ഒരു പാട്ട് ഞങ്ങൾ ഒന്നിച്ച് പാടിയൊരു പാട്ടാണ്. മൃദുല ഇപ്പോ നജീം ഇത് പാടി കട്ടയ്ക്ക് നിൽക്കുന്നു. മൃദുല നജീമിനെ കടത്തി വിട്ടുന്ന മറ്റൊരു ഗാനം ആലപിക്കുക. അഫ്സൽ യൂസഫ് എന്നൊരു മ്യൂസിക് ഡയറക്ടറിന്റെ
ഞാനും പി ജയചന്ദ്രൻ സാറും ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്രയും സീനിയർ ആയിട്ടുള്ളൊരു മ്യൂസീഷ്യൻ്റെ കൂടെ പാടാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് എനിക്ക്. ഗോഡ് ഫോർ സെയിൽ എന്ന ചിത്രത്തിലെ ഈ ഗാനം. ഇല്ലാത്താലം കൈമാറുമ്പോൾ തെമ്മാടി കാറ്റേ കണ്ണിൽ കന്നിപ്പൂവോ പൊന്നോ മുത്തോ വാരി തൂകി നീ വെണ്ടാപ്പാടം കൊയ്യും നേരം പുള്ളിക്കുഞ്ഞാറ്റേ നിന്നെ വെള്ളിത്തൂവൽ കൊണ്ടെൻ നെഞ്ചിൽ കോറിയില്ലേ നീ മഴയുടെ മൺമണം പുലരിവയിൽ നിറം എന്നിൽ നിന്നിൽ ഒന്നായി ചേർന്നു മായാജാലം പോൽ പിന്നെ കാണേ കാണേ മോഹം നെഞ്ചിൽ മാറിപ്പൂവായി ഇല്ലാത്താലം കൈമാറുമ്പോൾ തെമ്മാടി കാറ്റേ കണ്ണിൽ കന്നിപ്പൂവോ പൊന്നോ മുത്തോ വാരി തൂകി നീ. വീണ്ടും റാപ്പിഡ് ഫയർ സെഗ്മെന്റിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. നേരത്തെ നമ്മൾ വിജ്ഞാനപ്രദമായ ക്വസ്റ്റ്യൻസ് ചോദിച്ചെങ്കിൽ ഇത് വളരെ രസകരമായ കുസൃതി നിറഞ്ഞ കുസൃതി നിറഞ്ഞ ചോദ്യങ്ങളായിരിക്കും ചോദിക്കാൻ പോകുന്നത്. ആദ്യം നജീം അർഷാദിനോടാണ്. വിൻഡ് ഈസ് ബ്ലോയിങ്, ഹെവി വിൻഡ് ഈസ് ബ്ലോയിങ്, ലൈറ്റ് ഹൗസ് നിയർ ലേക്ക് ഇഫ് എസ്റ്റിങ്യൂഷ്ഡ്. മലയാളത്തിലെ ഏത് ഗാനമാണിത്? അതിന്റെ ഇംഗ്ലീഷാണ് നമ്മൾ പാടിയത്. അല്ല 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 കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു. കായലിലെ വിളക്കുമരം, അതാണ്. ഹെവി വിൻഡ് ഈസ് ബ്ലോയിങ്, ലൈറ്റ് ഹൗസ് നിയർ ലേക്ക് ഇഫ് എസ്റ്റിങ്യൂഷ്ഡ് എന്ന് പറഞ്ഞത് കവി അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, ലോകത്തിലെ ആദ്യത്തെ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്. തമാശയാണ്. പറഞ്ഞേ, ലോകത്തിലെ ആദ്യത്തെ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്. ഹനുമാൻ. ഇടിവെട്ടിവനെ പാമ്പ് കടിച്ചു, ഇംഗ്ലീഷിൽ പറയുക. തണ്ടർ ബ്ലാസ്റ്റിംഗ് സ്നേക്ക് ബൈറ്റ്. ഓക്കെ. ഉണ്ടാക്കുന്നവനോ വേണ്ട, വാങ്ങുന്നവനോ വേണ്ട, ഉപയോഗിക്കുന്നവൻ അറിയുന്നില്ല, എന്താണത്? ഉണ്ടാക്കുന്നവനും വേണ്ട, വാങ്ങുന്നവനും വേണ്ട, ഉപയോഗിക്കുന്നവൻ അറിയുന്നില്ല, എന്താണത്? ഒരുപക്ഷെ എല്ലാവരും വാങ്ങേണ്ടി വരും, പക്ഷെ ആരും ഇതിനെപ്പറ്റി ഓർക്കുന്നില്ല. ഓർത്താൽ നമുക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ എല്ലാവരും വാങ്ങിക്കേണ്ടി വരും. അത് വാങ്ങിക്കുമ്പോൾ നമ്മളോട്ട് അറിയുന്നില്ല. അത് നമുക്ക് വേണ്ടി നമ്മളായിരിക്കുകയല്ല വാങ്ങുന്നതും. ഉത്തരം ശവപ്പെട്ടി. അടുത്ത മൃദുലയോട്. Are you fine goddess? Are you fine goddess? Are you fine goddess? ഫൈനോ, നീ ഫൈനോ എന്ന് മലയാളത്തിലെ ഏത് ഗാനം? സുഖമോ ദേവി, സുഖമോ ദേവി. വെള്ളം കുടിച്ചാൽ മരിക്കുന്നത് ആര്? വെള്ളം കുടിച്ചാ മരിക്കുന്നത് ആര്? വെള്ളം കുടിച്ചാരെങ്കിലും മരിക്കുവോ? അങ്ങനെ മരിക്കുന്നത് ആര്? തീ. മൃദുല പരിചയപ്പെട്ട 3 മ്യൂസിക് ഡയറക്ടേഴ്സിൽ ഏറ്റവും കൂടുതൽ വിവരമുള്ളത് ആർക്ക്? എനിക്ക് അറിഞ്ഞൂടെ, അവരുടെ വിവരമൊന്നും ഞാൻ നോക്കിയിട്ടില്ല. എന്നാലും എന്തെങ്കിലും പറ. അല്ലെങ്കിൽ മിസ്റ്റർ ബട്ട്ലർ ബച്ചൻ സർ. ഭാവിയിൽ പാടണ്ടേ കുട്ടി എല്ലാവരുടെ അടുത്തും. ചെമ്മീൻ ചാടിയാൽ മുട്ടോളം, പിന്നെയും ചാടിയാൽ ചട്ടിയിൽ. ഇത് ഇംഗ്ലീഷിൽ പറയുക. ചെമ്മീൻ ചാടിയാൽ മുട്ടോളം, പിന്നെയും ചാടിയാൽ ചാട്ടിയാൽ. ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ കിട്ടിയ സമ്മാനം. പ്രതീക്ഷിക്കാതെ എനിക്ക് തോന്നുന്നു ഈ കഴിവ്, മ്യൂസിക് ടാലന്റ്, ഈ തീർച്ചയായും ദൈവീകമായ ഒരു അനുഗ്രഹം തന്നെയാണ്. എത്ര പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് മ്യൂസിക്. ശരിയല്ലേ? അത് എത്ര കൊച്ചുങ്ങളെ ഇട്ട് അടിച്ച് തല്ലി പഠിപ്പിച്ചാലും ഇത് കിട്ടണമെന്നില്ല. ദൈവാനുഗ്രഹം തന്നെയാണ്. അത് ഒരുപാട് കിട്ടിയേക്കുന്ന 2 പാട്ടുകാരാണ്. അപ്പോൾ ഏറ്റവും രസകരമായ ഉത്തരം പറഞ്ഞത് തീർച്ചയായിട്ടും മൃദുല തന്നെയാണ്. ഒരാൾക്ക് ഒരു ഷോയില് 2 പ്രാവശ്യം ഗിഫ്റ്റ് കൊടുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. എനിക്ക് എന്റെ സമ്മാനം വേണം. ഒരു കാര്യം ചെയ്യും, മൃദുല തന്നെ സമ്മാനം എടുത്തു കൊടുക്കുക. എന്റെ സമ്മാനം ഞാൻ തരില്ല. മേടിച്ചോ നജീബക്ക. പുതുമണവാളന് ചമ്മന്തി അരച്ചോളാൻ പറഞ്ഞു. നമ്മളങ്ങനെ കറക്റ്റ് സമ്മാനം കിട്ടിയ ഒരാൾക്ക് വിഷമിപ്പിച്ചിട്ട് വേറൊരാൾക്ക് സമ്മാനം കൊടുക്കത്തൊന്നുമില്ല. നജീബ് പുറകിൽ ഒരു സമ്മാനം കൂടെ ഉണ്ട്, നമ്മുടെ മൃദുല കുട്ടിക്ക് എടുത്തു കൊടുക്കുക. മൃദുലയ്ക്ക് സമ്മാനം ലഭിക്കുന്നത് റാപ്പിഡ് ഫയർ റൗണ്ടിലാണ്. മിസ്റ്റർ ബട്ട്ലേഴ്സ് പ്രോ 101 ഇൻഡക്ഷൻ കുക്കറാണ് ലഭിക്കുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നിങ്ങളുടെ നല്ല വാക്കുകൾക്ക് എപ്പോഴും നല്ല കാര്യങ്ങൾ കേൾക്കുക എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി തന്നെ
കാരണം ആദ്യത്തെ ആ ഷോക്ക് ഇപ്പോഴും മാറിയിട്ടില്ലേ? മാമരക്കിളയിലേ പച്ചക്കിളി ഒന്ന് കേട്ടത് കേൾവിയെന്ന് കണ്ണുരൊമ്പ അഴകാ രക്തരൊമ്പ അഴകാ இந்த கேள்வியை கேட்க என்ன நான் பாடுவேன் ഇപ്പോൾ ബൈ ഫ്രം നജീം അർഷാദ്, മൃദുല വാര്യർ ആൻഡ് റിമി ടോമി.